നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. വാട്ട് എ കം ബാക്ക് ബൈ KKR. തുടർച്ചയായ മൂന്നാം മത്സരവും അവർ വിജയിച്ചിരിക്കുകയാണ്. ആരെയാ തോൽപ്പിച്ചിരിക്കുന്ന? SRHനെ ഈ സീസണിൽ ഓൾ ഔട്ട് ആക്കുന്ന ആദ്യ ടീമായിട്ട് മാറിയിരിക്കുകയാണ് KKR എന്ന കാര്യം കൂടി ഓർക്കണം. SRH അവരുടെ ബാറ്റിങ്ങിൽ ആദ്യത്തെ 8.5 ഓവറുകളിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 105 അടിച്ചാണ്. പിന്നത്തെ 10.1 ഓവറുകളിൽ 60 റൺസിന് 9 വിക്കറ്റ് അവർ നഷ്ടമായി. വാട്ട് എ കം ബാക്ക്. തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത തിരിച്ചുവരവാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. KKR become the first team to all out SRH in IPL 2026. ഇതോടുകൂടി സംഭവിച്ചെന്താണെന്ന് അറിയാമോ? SRHനെ KKR 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടുകൂടി ഇതാ IPL പ്ലേ ഓഫിനായിട്ടുള്ള ടോപ്പ് 4 സ്പോട്ടിലെ മൂന്നാമത്തെയും നാലാമത്തെയും സ്പോട്ട് ഇവിടെ ഓപ്പൺ അപ്പ് ആവുകയാണ്. 10 കളികളിൽ നിന്ന് 12 വീതം പോയിന്റുകളാണ് ഇപ്പോൾ SRHനും RRനും ഉള്ളത്. 2 ടീമും അവരുടെ അവസാന മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഇതോടുകൂടി GTക്കും CSKക്കും DCക്കും KKRനും അവസരങ്ങൾ ഒരുങ്ങുകയാണ്. എന്തും സംഭവിക്കാം എന്നർത്ഥം. സോ കഠിനമായിട്ടുള്ള പോരാട്ടങ്ങളുടെ നാളുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ കളിയിൽ SRH ആദ്യം ബാറ്റ് ചെയ്ത് 19 ഓവറിൽ 165 റൺസിന് ഓൾ ഔട്ടായി. KKR 18.2 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് 7 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിയുണ്ടായി. SRHൻ്റെ ഇന്നിങ്സിൽ ട്രാവിസ് ഹെഡാണ് പൊളിച്ചടുക്കിയത്. അഭിഷേക് ശർമ്മ 10 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് മടങ്ങി. ട്രാവിസ് ഹെഡ് 28 പന്തിൽ നിന്ന് 61 റൺസ്, 9 ഫോറും 3 സിക്സറും അടക്കം അദ്ദേഹം അടിച്ചു. ഇഷാൻ കിഷൻ 29 പന്തുകൾ 4 ഫോറും 2 സിക്സും അടക്കം 42 റൺസ് അടിച്ചു. വേറെ ആർക്കും മികവ് കാണിക്കാൻ പറ്റിയില്ല. ക്ലാസൻ 11, അതുപോലെ രവിചന്ദ്രൻ 4, അനികേത് വർമ്മ 6, അറോറ 2, പാറ്റ് കമിൻസ് 10. ഈ രൂപത്തിലേക്ക് അവരുടെ ബാറ്റർമാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂടാരം കയറി മികച്ച ബൗളിംഗ് നടത്തിയത് വരുൺ ചക്രവർത്തി. 4 ഓവറിൽ 36 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ അറോറ 3 ഓവറിൽ 25 റൺസിൽ 1 വിക്കറ്റ് എടുത്തു. സുനിൽ നരേൻ 4 ഓവറിൽ 31 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ ത്യാഗി 4 ഓവറിൽ 30 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഏതായാലും വെറും 165 SRHന് പിടിക്കാൻ പറ്റി. മറുപടി ബാറ്റിങ്ങിലേക്ക് KKR പൊളിച്ചടുക്കി. അജിങ്ക്യ രഹാനെ 36 പന്തുകൾ 4 ഫോറും 1 സിക്സും അടക്കം 43 റൺസും. ഫിനാലൻ 13 പന്തുകളിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 29 റൺസും അടിച്ചുകൊണ്ട് മികച്ചൊരു തുടക്കം ടീമിന് നൽകി. പിന്നെ അങ്കരീഷ് രഘുവൻഷിയുടെ ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയണം. അദ്ദേഹം വീണ്ടും ഇത് അർദ്ധ സെഞ്ചുറി നേടുന്നു. 47 പന്തുകളിൽ 5 ഫോറും 2 സിക്സും അടക്കം 59 റൺസാണ് അടിച്ചത്. റിങ്കു ഒരിക്കൽ കൂടി കിടിലൻ ഫിനിഷിംഗ്. 11 പന്തുകളിൽ 2 ഫോറും 1 സിക്സും അടക്കം 22 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ. കാമറൂൺ ഗ്രീൻ ആണ് ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത്. കളി ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും 3 റൺസ് ഉണ്ടായിരുന്നു. ഏതായാലും തകർപ്പൻ വിജയം നേടിക്കൊണ്ട് KKR അവരുടെ തിരിച്ചുവരവ് പൊളിച്ചടുക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സിൽ എത്താം.